ചക്കാത്ത് വലിച്ചോട്ടത് അടിയാ. ആ വെട്ടടോ വെട്ട്. വെള്ള വെട്ട് വെട്ടല്ല വകയാ വെട്ടാ. ആ മരത്ത് പന്നിയകത്ത് അകത്ത് പന്നി 50-നകത്ത് പണം വെച്ച് പോലീസ് വന്ന് കയറി നീ പോയിട്ട് ഒരു 300 മില്ലി ഒരു 3 കോഴിമുട്ടി എടുത്തിട്ട് നീ കഴിച്ചോ. ബില്ല് എന്റെ പേരിൽ എഴുതിക്കോ. കാശ് എന്നെ കൊടുത്തോ. പോ വെറുപ്പിക്കില്ല. പോ നടക്കേ പോ. ഉപ്പെടുത്തോ. പോ പോ. അകത്ത് ഇങ്ങോട്ട് പറ്റി അകത്ത്. കർത്താവേ ചതിക്കല്ലേ. പഞ്ഞ അകത്ത് പഞ്ഞ അകത്ത് അകത്ത് അകത്ത്. അയ്യോ ഒന്നും മിണ്ടായില്ലടാ. വാഹ ചാടുന്നുണ്ടല്ലേ. അകത്ത് നിക്ക്. ഞാൻ പോയിട്ട് പൈസ എടുത്തോണ്ടെന്ന് വരാം. അങ്ങനെ ആളെ പറ്റിക്കുന്ന പണിയൊന്നും എനിക്കില്ല. ആ സ്വഭാവം എനിക്കില്ല. തന്നെ വേണം. എടോ ഇപ്പൊ വേണമെന്ന്. എന്നാ പിന്നെ ഞാനോട് പ്രസവിച്ചു തരാം. മലയാളം പറഞ്ഞ മനസ്സിലാവില്ലേ? കാശ് വയ്ക്ക്. കയ്യറാ. മര്യാദക്ക് കാശ് വയ്ക്കാൻ. എടുക്കാൻ എടാ ഈ ചൂട്ട് പോലത്തെ എന്നെ തല്ലിട്ടേ നിങ്ങൾ വലിയ മിടുക്കന്മാരൊന്നാവുന്നതാ. എനിക്ക് പകരെ ഞാനൊരാളെ കൊണ്ടുവന്ന് തരാം. അവന് രോഗം തൊടാൻ നിങ്ങളെ കൊണ്ട് കഴിയോ? കഴിയോ? ആരെ വേണേലും പിടിച്ചോണ്ട് പോടാ. ഞാൻ കൂട്ടിക്കൊണ്ട് വരട്ടെ. സമ്മതിച്ചോ? സമ്മതിച്ചോ? പറ്റി ഞാൻ പോയതാ. നീ ഇപ്പൊ തന്നെ എന്റെ കൂടെ വരണോ? എന്താണ് എന്റെ വായിൽ ചോര? അത് ഞാൻ ദേവസ്വന്റെ ചാരായി കിടന്നേ ചീട്ട് കളിച്ചോണ്ടിരിക്കുമ്പോ ഒരു 3-4 പേരായിട്ട് ഉടക്കിന്നല്ല അവരെന്നെ എടുത്തിട്ട് തല്ലി. ഒന്നുവാടാ. ഞാൻ പറഞ്ഞോ പീറ്ററെ? വരണോന്നോ? അല്ല, മഞ്ജു ഇവിടെ ഉള്ളപ്പോഴേ ഇനി ഞാൻ തല്ലാനൊക്കെ വരുന്നത്. ഓ നിനക്ക് പെണ്ണായി പടക്കൂഴി അല്ലേ? ഇത്രയും കാലം നിന്റെ നിഴല് പോലെ നിന്റെ കൂടെ എനിക്കിത് കിട്ടണടാ. ഞാൻ അമ്മമാരോട് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടാ വന്നത്. എന്നെ തല്ലി കൊന്നാലും ശരി ഞാൻ അങ്ങോട്ടൊന്ന് പോവാ. എനിക്കിത് കിട്ടില്ലടാ. വണ്ടി കയറി അതേ നാത്തിക്കോളാം. അതാ ചോപ്പ് ഷർട്ട്. നീ എല്ലാം കൂടെ ചേർന്നാണോ എന്റെ പീറ്ററെ തല്ലിയത്? ഞങ്ങളാണ്. എന്ത് പണിയായത്? മാങ്ങാത്തൊലി. എടാ എന്റെ പട്ടിയെ തന്നെ ഇവിടെ ഇട്ട് തല്ലുമ്പോ എന്നിട്ട് നോക്കി നിൽക്കില്ലേനോ? നിന്റെ റാക്ഷാസിനെ അടിച്ചു പൊളിച്ച് ഫുട്ബോൾ കളിച്ചതാ. ആരാണ് അവിടെ ഉള്ളത്? എടാ പീച്ച് തറടി ഓൾ ഇന്ത്യയിൽ ആരാണോ ഉള്ളത്? ആരാണോ ഉള്ളത്? വാടാ മുട്ട. ആ മുട്ട ഇവിടെ ഉണ്ട്. കടിച്ചോ. കല്ലെറിയുന്നോളെ അമരത്തിൻ പൂന്തണല് കാത്തിരിക്കുന്നോളെ ഞാൻ ഈ കുറ്റി ഇട്ടിട്ട് വരാം. നീ നടന്നോ. ആ കുറ്റി കൊണ്ട് കുറ്റി ഇട്ടോ. എന്നാ ഈ കുറ്റി പിടി. അന്നടാ മനസ്സിരിക്കട്ടെ. നമുക്ക് 2 രൂപ കൂടെ ചെല്ലാം. അയ്യോ, മഞ്ജു ഉറങ്ങിയില്ല.
അയ്യോ കഷ്ടായി പോയല്ലോ. അപ്പൊ എന്തേ സിസ്റ്റർ ഉറങ്ങഞ്ഞ്? എവിടെയായിരുന്നു ഇത്രയും നേരം? ഉച്ചക്കിറങ്ങി പോരാണല്ലോ. മഞ്ജു, ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിപ്പോയി. ഒരു തെറ്റി ആർക്കും പറ്റൂല സിസ്റ്ററെ. ദൈവത്തിന് പറ്റിയിട്ടുണ്ട്, ദൈവോത്തറിന് പറ്റിയിട്ടുണ്ട്, പിന്നെയാണോ അബദ്ധമാണോ മനുഷ്യ എന്ന് ചോദിച്ച വാസനിക്കുന്നുണ്ടാവും. അതെ അബദ്ധമാണോ എന്ന് ചോദിച്ചാ അബദ്ധമല്ല. ഓ ഈ നമ്മുടെ പീറ്റർ പാവമാണ്. ഓ, ഇവനെ ഒരു 3-4 പേര് കൂടെ തല്ലി. ഓഹോ. അപ്പൊ ഞാന് അന്വേഷിക്കാൻ പോകുന്ന വഴിക്ക് ഒരു ബ്രാൻഡി ഷോപ്പിന്റെ ഉദ്ഘാടനം. എന്റെ ഒരു സുഹൃത്താണ്, അവന്റെ ഓ, ഫ്രഞ്ച് ഞങ്ങൾ വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന മഞ്ജു വണങ്ങുന്നതിന്. അയ്യോ ബിജു ഉറങ്ങി. ദാ, മോനെ? അടി, എണീക്കടാ. മോനെ മോനെ ഉറങ്ങിയില്ല സിസ്റ്ററെ? മക്കളെ. താരാട്ട് ഉറക്കി തരാം കേട്ടോ. കണ്ണും കൂട്ടി ഉറങ്ങുക നീയൻ കണ്ണേ മുന്നായ പൊന്നും മകനെ താരാട്ട് പാടുവാൻ അങ്കിളുണ്ടല്ലോ കണ്ണേ. പോയി ഉറങ്ങിണ്ടാവല്ലേ? പീറ്ററേ, നീ ഇത്ര മനോഹരമായി പാടുന്ന എനിക്കറിയാൻ പാടില്ലായിരുന്നു. ഞാനല്ല പാടിയത്. അയ്യോ വിശക്കുന്നു. നമുക്കൊന്ന് കുളിച്ചിട്ട് ഭക്ഷണം കഴിക്കാം. ഞാൻ കുളിക്കില്ലേ? വേണ്ട, എനിക്ക് കുളിക്കാൻ പോയ വാ. മൂക്കി കയറുവാ. ഞാനേ ഒരാഴ്ചത്തേക്ക് കുളിക്കാൻ. എന്താ? എനിക്ക് നോയമ്പാ. മഞ്ജു എന്തോന്നും കഴിക്കാത്ത? ആ പറയുമ്പോൾ പെങ്ങളെന്തൊന്നും കഴിക്കാത്ത? ഞാൻ കഴിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ? എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്നെ വലിയ വിലയില്ലെന്ന് എനിക്കറിയാം. മഞ്ജുവിനല്ലാതെ പിന്നെ ആർക്കാ അവിടെ വില? നീ കാര്യം പറ. ജയേട്ടാ പ്ലീസ്, ഇനിമേലിൽ കുടിക്കരുത്, തല്ലുകൂടരുത്. ഇല്ല മഞ്ജു, ഇനിമേലിൽ ഞാൻ കുടിക്കില്ല, തല്ലും കൂടില്ല. മഞ്ജു ആണ് സത്യം. മഞ്ജു, ജയനാണ് സത്യം. ഞാനും ഇനി ഇതിനൊക്കെ ശ്രമിക്കാം. സത്യം. അയ്യോ, തലയിലെ. മൂക്കി കയറാ. ഇത് കഴിച്ചോളൂ. മോനെ മോനെ മോനെ, പാല് കുടിക്ക. ചേട്ടാ, ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിച്ചോ. ഞാനിപ്പോ ഇവിടെ വന്നിട്ട് കുറച്ച് നാളായില്ലേ? ആയി. എനിക്ക് ഡാഡി ഒന്ന് കാണണമെന്നുണ്ട്. ഇല്ല, അതൊരിക്കലും സാധ്യമല്ല. നിന്റെ വീട്ടിൽ നിറക്കി വിട്ട ആളാണ്. ഇത്രയും നാളായിട്ട് നിന്നെ പറ്റി ഒരു അച്ഛൻ അന്വേഷിക്കാത്ത ആളാണ്. അയാളെ അങ്ങോട്ട് പോയി കാണുന്ന പ്രശ്നമില്ല എന്നൊക്കെ ഞാൻ പറയാന്ന് വിചാരിച്ചിട്ടാണോ ഈ അനുവാദം ചോദിക്കാൻ നിന്നത്? മണ്ടി, ഒരച്ഛന്റെ വികാരവും വേദനയും എത്രമാത്രം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. നീ എന്താ ഇതുവരെ ചോദിക്കാത്തെന്ന് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്. ഇപ്പൊ പോണോ? സാർ, വരാൻ പറയൂ. ഡാഡി, എന്താ ഡാഡി? ഒന്നുമില്ല.
സ്വർഗത്തിൽ സുഖമാണോ എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. എങ്കിലും സുഖമാണ് ഡാഡി. നാണു നായരെല്ലാം വേണ്ട പോലെ നോക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ പോലും എന്തു ചെയ്യും? നിനക്ക് പണം വല്ലതും വേണോ? വേണ്ട ഡാഡി, ഒന്ന് കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. എങ്കിൽ പോയിക്കോളൂ ഡാഡി. അല്പനേരത്തേക്ക് മാത്രം. നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതിനേക്കാൾ ഭേദം നീ എന്നോടൊപ്പം ഇല്ലോ എന്നോർത്ത് വിഷമിക്കുന്നതാണ്. ശരി ഡാഡി, ഞാൻ പോകുന്നു. കാർ പോയിക്കോളൂ. വേണ്ട ഡാഡി, ഞാൻ വന്ന ഓട്ടോ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ശരി, എന്റെ ഇഷ്ടം. ഒക്കെ ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇപ്പൊ ഒരു കുടുംബമൊക്കെ ആയ സ്ഥിതിക്ക് എന്തെങ്കിലും പ്രോഗ്രാം കിട്ടിയില്ലെങ്കിൽ. ജയൻ, നമ്മുടെ തൊഴിലിന്റെ സ്വഭാവം അറിഞ്ഞുകൂടി, കിട്ടുമ്പോൾ കരുതി വെക്കണം. ഇനി ഏതായാലും അടുത്ത സീസൺ വരട്ടെ. ഞാൻ ഈ ഗ്യാപ്പിൽ ഒരു ഫോറിൻ ടൂറിന് പോവുകയാണ്. ഞാൻ ഈ വിവരം പറയാൻ അങ്ങോട്ട് വരാനിരിക്കുകയായിരുന്നു. എന്താ ജയൻ, സഹായം വല്ലതും വേണമെങ്കിൽ ചോദിക്കാൻ പഠിക്കണ്ട. വേണ്ട മാസ്റ്റർ, തിരിച്ചു വന്നിട്ട് കാണാം. ശരി. സ്റ്റെല്ലക്കുട്ടി, സ്റ്റെല്ലക്കുട്ടി. ഹായ് പിറ്റി. ഇത് കണ്ടോ ഒരു എഴുത്ത്? ആരുടെയാ? എന്റെ അളിയൻ മദ്രാസിലുണ്ടെന്ന് ഞാനന്ന് പറഞ്ഞില്ലേ? പുള്ളിയുടെ ബിസിനസിനെ സഹായിക്കാൻ എന്നോട് അങ്ങോട്ട് ചെല്ലാൻ എഴുതിയിരിക്കുകയാണ്. പിറ്റി പോവാണോ? പിന്നെ പോവാതെ. സ്റ്റെല്ലക്കുട്ടിക്ക് എന്താ ഒരു പ്രയാസം പോലെ? ഇത്രയും നാളും സ്റ്റെല്ലിക്കുട്ടിയെന്നും വിളിച്ച് കൂടെ നടന്ന പിറ്റി ഇത്ര വേഗം പോകുമ്പോ. അല്ല, അതിനെന്താ, ഞാൻ തൂങ്ങിച്ചാണോ ഒറ്റ പോവുകയാണോ? ജീവിക്കാൻ പോവല്ലേ സ്റ്റെല്ലക്കുട്ടി? ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാത്ത വീട്ടിൽ ഇനിയും ചേന ഭാരമായി നിൽക്കുന്നത് ശരിയല്ല. ഞാൻ പോട്ടെ. ഇവിടെ നോക്ക്, പോട്ടെ. എനിക്കറിയാം. ഞാൻ പോട്ടെ. ക്ലാസ് എടുറാ. എനിക്ക് ബിസ്ക്കറ്റ് ഇതാ. രണ്ട് പഴം. കണ്ണു കാണാതെ പാവത്തിനോടെ ഇങ്ങനെ ചെയ്യാം. ബിജുമല്ലേ കഴിഞ്ഞോണ്ട് വരുന്നു? എന്തുപറ്റി? എന്നെ സിഗരറ്റ് വെച്ച് പൊള്ളിച്ചു. ആരെ? അറിയില്ല. എവിടെ വെച്ചേ? എവിടെ വെച്ച്? പെട്ടിക്കട. വാ.
ഏതോടാ എന്നെ പോലെ ഷർട്ട് വെച്ച് വിളിച്ചത്? അവനോട് ഒന്ന് വേഗം കേട്ടടി. വേഗം കേട്ടേ. മദ്രാസ് എങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. മദ്രാസ് പോകണം. ഗുണം പിടിച്ചില്ല, ഞാൻ വേറെ പിടിച്ചോളാം. പോയാലോ എനിക്ക് ചൂടുണ്ട്. മതിയോ മോനെ? മതി ഡാഡി. നിന്റെ ഹസ്ബൻഡ് ഈ തല്ലുവടിയൊക്കെ നിർത്തിയപ്പോ ഞാൻ വളരെ ഹാപ്പി ആയിരുന്നു. പക്ഷേ ഇപ്പൊ എന്ത് പറ്റി? എന്ത് പറ്റാനാ മഞ്ജു? എന്റെ ഈ 2 കണ്ണുകൊണ്ട് കണ്ടതാണ്. ഞാൻ മാർക്കറ്റിൽ പോയിട്ട് വരികയായിരുന്നു. നിന്റെ ഹസ്ബൻഡ് ആ ഗുഡൌണില് പൊരിഞ്ഞ അടി നടത്തുന്നു. മമ്മി, ചില്ലറ അടിയൊന്നുമല്ല, അല്പം സീരിയസാ. അടി വാങ്ങുന്നവൻ ചത്തുപോകുന്ന തരത്തിലുള്ള അടി. ഓ ജീസസ്, നീ ഒരു ജയിൽ പുള്ളിയുടെ ഭാര്യയാവുന്ന കാര്യം ആലോചിക്കുമ്പോ നേരാണോ മമ്മി ഇതെല്ലാം? ക്രിസ്തുവാണ് സത്യം. സത്യമല്ലെങ്കിൽ എന്റെ ഈ 2 കണ്ണും പൊട്ടിപ്പോട്ടെ. ഇതൊന്നും ജയന്റെ കുറ്റമല്ല. ആ പീറ്ററിന് മദ്രാസിന് പോകാൻ വേണ്ടി കാശുണ്ടാക്കാനായി വല്ല ബെറ്റും കയറിയേറ്റേക്കും. പാവം ജയൻ പീറ്ററിന്റെ വാക്കും കേട്ട് അടിക്കാനും പോയിരിക്കും. നിങ്ങളുടെ ബിജു ഉണ്ടല്ലോ, അവനും തന്ത തല്ലുകൂടുന്ന കണ്ട് അവിടെ രസിച്ചോണ്ടിരിക്കുക. ഇനി ഇതിനൊരു തീരുമാനം ഞാൻ ഉണ്ടാക്കും. ഉണ്ടാക്കുമല്ല, ഉണ്ടാക്കണം. അങ്ങനെ ചെയ്താൽ നിനക്ക് നല്ലത്. മമ്മി പോട്ടെ.